നമസ്കാരം. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഒരാളുടെ നാശം കണ്ടാൽ അവൻ അതിൽ സന്തോഷിക്കും. അത് 10 പേരോട് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ സന്തോഷം. സ്വന്തം ജീവിതത്തിൽ പറ്റിയ താളപ്പിഴകളോ അല്ലെങ്കിൽ സ്വന്തം ജീവിതത്തിൽ ഉണ്ടാകുന്ന ദുരന്തങ്ങളോ അതൊക്കെ ആ നിമിഷം മറന്നുകൊണ്ട് മറ്റൊരാൾക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ആപത്തിനെ ഇല്ലെങ്കിൽ സംഭവിച്ച ദുരന്തത്തെ അത് ഖ്യാതി ഒരു കൊടുങ്കാറ്റിൻ്റെ ശക്തിയിൽ ഇങ്ങനെ പറഞ്ഞു വരുത്താൻ മൊബൈലിൽ കാശ് ഇത്തിരി ചിലവാക്കിയാലും കുഴപ്പമില്ല, ചാർജ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഇത് പരമാവധി ആൾക്കാരിൽ എത്തിക്കാനുള്ള ഒരു PR വർക്കുണ്ട് ചില മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം. ഇന്ന് ഞാനിപ്പോൾ ടീച്ചറുടെ ഓറഞ്ച് പ്രസ്സുണ്ട്, ഞാൻ എൻ്റെ പുസ്തകങ്ങളൊക്കെ പ്രിൻ്റ് ചെയ്യുന്നത് ഗുരുവായൂരപ്പ ഹോട്ടലിൻ്റെ എതിരെ. ഞങ്ങളവിടെ പുസ്തകത്തിൻ്റെ പ്രിൻറ്റിങ് നടക്കുന്ന സമയത്ത് ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുക. നല്ല ഭക്ഷണമാണ്. പണ്ട് യേശുദാസും അബ്ദുൽ കലാം സാറൊക്കെ ഭക്ഷണം കഴിച്ചിരുന്ന ഒരു സ്ഥലമാണ്. തിരുവനന്തപുരത്ത് ഏറ്റവും നല്ല കുടുംബത്തിൽ നിന്ന് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്ന പോലെ കഴിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഗുരുവായൂരപ്പൻ ഹോട്ടൽ. തിരുവനന്തപുരത്ത് എല്ലാവർക്കും അറിയാം. എപ്പോഴും നല്ല തിരക്കാണ്, നല്ല സർവീസാണ്. ഇപ്പം ഞാനിന്നിപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങിയപ്പോൾ ഒരാൾ സ്വാമി DNA ഞാൻ ഇന്നലത്തെ വാർത്ത കേട്ടു, നമ്മുടെ മോഹൻലാൽ കുത്തുപാള എടുക്കുമല്ലേ. യാതൊരു മടിയുമില്ലാതെ ഒരു മാന്യനായ സുഹൃത്ത്, മാന്യത തോന്നിക്കുന്ന സുഹൃത്ത്, മാന്യത ഉണ്ടോ ഒന്നുമില്ലെങ്കിൽ രണ്ടാമത്തെ വേഷവിധാനങ്ങൾ കൊണ്ടും രാഷ്ട്രീയക്കാരനാണോ എന്ന് അറിയത്തില്ല. രാഷ്ട്രീയക്കാരിങ്ങനെ മുഖത്തടിച്ച പോലെ ചോദിക്കില്ല. അല്ല, ഞാൻ ചോദിച്ചു, ഞാനിങ്ങനെ അയാളുടെ മുഖത്ത് ഒരു നിമിഷം ഇങ്ങനെ നോക്കി. ഞാൻ ചോദിച്ചു, താങ്കൾ അല്ല ഞാൻ പണ്ട് സിനിമയായിട്ടൊക്കെ ബന്ധമുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു, നിങ്ങൾ മോഹൻലാലിൻ്റെ അടുത്ത് ഡേറ്റ് വല്ലതും ചോദിക്കാൻ പോയപ്പോൾ കിട്ടിയില്ലേ, അതാ കഥ പറയാൻ പോയപ്പോൾ കിട്ടിയില്ലേ? ഞാൻ അയാളെ ഇങ്ങനെ സീരിയസ് ആയിട്ട് നോക്കി, ഒരു ഭയമില്ലാത്ത വിധം. അതിന് പുള്ളി പറഞ്ഞു, അങ്ങനല്ല, ഞാനിങ്ങനെ ഒരു വാർത്ത കേട്ടു. എന്ത് വാർത്ത കേട്ടു? അല്ല, മോഹൻലാലിൻ്റെ പണം മുഴുവൻ, ആൻ്റണി പെരുമ്പാവൂരിൻ്റെയും പണം മുഴുവൻ ഈ റോയിയുടെ കയ്യിലായിരുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് എന്താ പ്രശ്നം? റോയിയുടെ കയ്യിൽ വിശ്വസിച്ച് കൊടുത്തിരുന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ദൈവം കൊടുത്തതാണ് മോഹൻലാൽ. അത് അദ്ദേഹമായിട്ടുള്ള സൗഹൃദത്തിൻ്റെ പേരിൽ അദ്ദേഹം റോയിക്ക് കൊടുത്തു കാണും. അത് തിരിച്ച് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും മോഹൻലാലിന് ഒരു കുഴപ്പവും സംഭവിക്കില്ല. മോഹൻലാൽ കുത്തുപാള എടുക്കുന്നു. ഇതുപോലെ 1000 റോയിമാർ വിശ്വാസവഞ്ചന കാണിച്ചാലും ചതിച്ചാലും പറ്റിച്ചാലും മോഹൻലാൽ കുത്തുപാള എടുക്കില്ല. നിങ്ങളെനിക്ക് അറിഞ്ഞുകൂടാ, നിങ്ങളെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. ഒരു കെട്ട് ചെക്കെങ്കിലും ആദ്യകാലത്ത് ഒരു നല്ല ആൻ്റണി പെരുമ്പാവൂർ വരുന്നതിന് മുമ്പുള്ള ഒരു നല്ല പീരീഡ് അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നു. അദ്ദേഹം സൂപ്പർ സിനിമകൾ ചെയ്തിട്ട് സൂപ്പർ ഹിറ്റ് സിനിമകൾ ചെയ്ത കാലത്തത്രയും തന്നെ ഒരു പൈസ പോലും കൊടുക്കാത്ത സിനിമ അദ്ദേഹത്തെ കൊണ്ട് അഭിനയിപ്പിച്ച മടങ്ങിയ ചെക്കുകളുടെ തലാണ വെച്ച് കിടക്കാം എന്നുള്ള തമാശ പറയുന്നത് കേട്ടിട്ടുണ്ട്. മോഹൻലാൽ ആരുടെ പേരിലും കേസ് കൊടുക്കാൻ പോയില്ലല്ലോ. അതേസമയം ദിലീപ് എന്ന് പറയുന്ന ആൾ ദിനേശ് പണിക്കർക്കെതിരെ കേസ് കൊടുത്തിട്ട്, ദിനേശ് പണിക്കർ ഒരു സിനിമാ പ്രൊഡ്യൂസറാണ്. അപ്പോൾ ഒരു ദിവസമെങ്കിലും അദ്ദേഹത്തെ പിടിച്ചകത്തിട്ടില്ലേ? മോഹൻലാൽ അതിന് പോയില്ലല്ലോ. മോഹൻലാലിൻ്റെ ആസ്തി എന്ന് പറയുന്നത് ഭൂമിയും സ്വത്തും പണവുമല്ല, ആ മനസ്സിൻ്റെ ആസ്തിയുണ്ട്. നിങ്ങൾക്ക് അറിഞ്ഞൂടല്ലോ മോഹൻലാലിനെ, അറിയോ? പുള്ളി അങ്ങനെ എന്ത് പറയണമെന്നും പറ്റാതായി. സുഹൃത്തെ, നിങ്ങൾ എന്താ ചെയ്യണമെന്നാണെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ പണ്ട് ഏത് സിനിമാ ബന്ധം ഉണ്ടായിരുന്നു നിങ്ങൾക്കറിയത്തില്ല. നിങ്ങൾ ഏതെങ്കിലും രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ട ആളാണോന്നും അറിയില്ല. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, നമ്മൾ ഈ അടുത്ത കാലത്തെങ്കിലും നിങ്ങൾ സിനിമയായിട്ട് ബന്ധമുള്ള ആളല്ല. നിങ്ങളുടെ ഈ രീതി ശരിയല്ല കേട്ടോ എന്ന് പറഞ്ഞ് ഞാൻ പഠിക്കട്ടിറങ്ങിയപ്പം പുള്ളി പറഞ്ഞു, അല്ല സ്വാമി, ഞാൻ സ്വാമിയുടെ പ്രോഗ്രാം എല്ലാം കാണുന്നുണ്ട്, ഞാനിങ്ങനെ കണ്ടപ്പോൾ ഇങ്ങനെ അറിയാതെ എന്താണ് ഇതുപോലുള്ള 100 റോയിമാർ നശിച്ചാലും അദ്ദേഹത്തിൻ്റെ പണം കൊണ്ടുപോയാലും മോഹൻലാൽ നശിക്കില്ല. കാരണം മോഹൻലാലിൻ്റെ മനസ്സതാണ്. മോഹൻലാലിൻ്റെ മനസ്സ് ലോകത്തിൻ്റെ നന്മയും തിന്മയും ഒക്കെ നല്ലവണ്ണം തിരിച്ചറിഞ്ഞിട്ടുള്ള, ആത്മീയമായിട്ടുള്ള വഴികളിലൂടെ ഒരുപാട് ദൂരം മുമ്പിലോട്ട് സഞ്ചരിച്ചിട്ടുള്ള, സിനിമ പോലും അദ്ദേഹത്തിൻ്റെ താല്പര്യമില്ല. അദ്ദേഹത്തിൻ്റെ സിനിമയൊക്കെ എന്നേ മടുത്തുപോയാലാണ് മോഹൻലാൽ. ഒരു സിനിമ ചെയ്താൽ സംവിധായകൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് അഭിനയിച്ചു. ആ സിനിമ പൊട്ടിയാലും ഒന്നും അദ്ദേഹത്തിൻ്റെ കാര്യമല്ല, അതെല്ലാം മറ്റൊരാളുടെ ഇതാണ്. അദ്ദേഹത്തിൻ്റെ കർമ്മം അദ്ദേഹം ഭംഗിയായി 100% ചെയ്തു പോയി. നിങ്ങൾക്കറിയോ, എത്രയോ സിനിമകളിൽ അഭിനയിച്ചിട്ട് രാവിലെ 4 മണിക്ക് ഷൂട്ടിംഗ് വെച്ചാൽ തലേ ദിവസം രാത്രി പോലും ഉറങ്ങാതെ സെറ്റിൽ വന്നിരിക്കുന്ന മോഹൻലാലിനെ കുറിച്ച് എത്രയോ പേര് നമ്മുടെ നടൻ P. ശ്രീകുമാർ, സംവിധാനം എന്ന P. ശ്രീകുമാർ സാർ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം 5 മണിക്ക് വരാമെന്ന് പറഞ്ഞാൽ മോഹൻലാലിന് വേണ്ടി ആരും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. മോഹൻലാൽ 5 മണിക്ക് അവിടെ കാണും. അദ്ദേഹം കസേരയിൽ ഇരുന്ന് ഉറങ്ങും. സ്റ്റാർട്ട് ആക്ഷൻ ക്യാമറ പറഞ്ഞാൽ പുള്ളി വരും, മേക്കപ്പ് ചെയ്യും, ഉറക്കത്തിൽ തന്നെ മേക്കപ്പ് ചെയ്യും. പക്ഷേ ക്യാമറയുടെ മുമ്പിലേക്ക് വന്നാൽ മോഹൻലാൽ കഥാപാത്രമായിട്ട് മാറും. ഇത്രയും കാലം എനിക്കറിയാവുന്ന കുട്ടിക്കാലത്ത് മുതൽ ഞങ്ങൾ ആ വീട്ടുമുറ്റത്ത് പന്ത് കളിച്ചിട്ടുള്ളതാണ്. ലാലുച്ചേട്ടൻ എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. പന്ത് കളിച്ചിട്ടുള്ള ആളാണ്. നിങ്ങളെ സംസാരിച്ചത് ശരിയായില്ല. നിങ്ങളുടെ ആരിതൊക്കെയാണ് പറഞ്ഞു തന്നാലും മോഹൻലാലിനെ തകർക്കാൻ കഴിയില്ല. കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സ് തകരില്ല. മോഹൻലാലിനെ കുത്തുപാള എടുപ്പിക്കണമെന്ന് അതുകൊണ്ട് നിങ്ങൾക്ക് വല്ല സംതൃപ്തി ഉണ്ടാവും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ?
ഇതൊക്കെ വളരെ മോശമാണ് കേട്ടോ. അദ്ദേഹം അങ്ങ് വിളറിപ്പോയി എന്നുള്ളതാണ്. അല്ല, ഞാനൊന്നും ഉദ്ദേശിച്ചല്ല. നിങ്ങൾ എന്തുദ്ദേശിച്ചാലും ഇത്തരം രീതികൾ മനുഷ്യൻ്റെ മറ്റുള്ളവൻ്റെ പതനത്തിൽ ആശ്വാസം കണ്ടെത്തുന്ന, മറ്റുള്ളവരുടെ മരണത്തിൽ സന്തോഷം കണ്ടെത്തുന്ന, അവൻ നശിച്ചു പോയല്ലോ, അവൻ പണ്ടിങ്ങനെ ആയിരുന്നു, അങ്ങനെ ഒരാളെ മരണത്തിലും വേർപാടിലും സന്തോഷം കണ്ടെത്തുക, ഒരാളുടെ നാശത്തിൽ സന്തോഷം കണ്ടെത്തുന്ന, ഒരാളെക്കുറിച്ച് പരദൂഷണങ്ങൾ ഇഷ്ടം പോലെ പറയുക, യൂട്യൂബിലൂടെയൊക്കെ പറയുക. ഇന്നലെ തന്നെ ഏതോ ഒരു യൂട്യൂബ് ചാനലിൽ ഒരു പെൺകുട്ടി ഇരുന്ന് പറയുന്നത് കേട്ടു. അദ്ദേഹം ആദ്യം ക്രിസ്റ്റലിലെ ലതാ നമ്പൂരിയെ വിവാഹം കഴിച്ചതാണെന്ന്. എന്തൊരു അബദ്ധമാണ് ഇതൊക്കെ പറയുന്നത്! എന്ത് സത്യസന്ധത ഉണ്ടായിട്ടാണ് ഇതൊക്കെ പറയുന്നത്? ഈ അപഖ്യാതികൾ പറയുന്നത് കൊണ്ട് എന്താണ് നേട്ടം? കുറേ കാര്യം കൂടുതൽ കാണുമെന്ന് വിചാരിച്ചാണോ? അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യ എന്നൊക്കെ പറയുമ്പോൾ ആ ആദ്യം ജീവിച്ച ഭർത്താവിൻ്റെ അവസ്ഥ എന്താണ്? എന്തൊക്കെയാണ് ഈ പറഞ്ഞു കൂട്ടുന്നത്? എന്തൊക്കെയാണ് ഇതൊരു നിങ്ങളെ സോഷ്യൽ മീഡിയയിൽ ആൾക്കാരെ കൂട്ടാനായിട്ട്, ഈ യൂട്യൂബ് ചാനലിലെ ആൾക്കാരെ കൂട്ടിക്കാനായിട്ട് നിങ്ങളൊരു കാര്യം ആലോചിക്കണം. ലതാ നമ്പൂതിരി പറഞ്ഞാൽ ക്രിസ്റ്റൽ ഹോമിൽ അദ്ദേഹത്തിന് ഭർത്താവുണ്ട്, കുടുംബമുണ്ട്. ഈ അവിടുത്തെ ഒരു ജോലിക്കാരനായിരുന്നു ഇദ്ദേഹം. അപ്പോൾ കഥകൾ ഉണ്ടാക്കുന്നു, ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കുന്നു, അപഖ്യാതികളായിട്ടുള്ള കഥകൾ പറയുന്നു. ഇതൊക്കെ വളരെ മോശകരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിപ്പുറത്ത് മരണപ്പെട്ട റോയിക്കും ഒരു കുടുംബമുണ്ട്. അദ്ദേഹം സാമ്പത്തികമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അവസ്ഥകളിൽ ഏത് തരത്തിലൂടെ വന്ന പണത്തിൻ്റെ മാർഗം, ഏത് ഹീനമായ മാർഗമായിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചിന്താധാരയിലൂടെ ഉദിച്ച തനിക്ക് ഏത് മാർഗത്തിലൂടെയും പണമുണ്ടാക്കണം, തൻ്റെ മുമ്പിൽ നിയമവും നീതിയും സത്യവും ധർമ്മവും ഒന്നുമില്ല, തനിക്ക് പണം മാത്രം മതി, തനിക്ക് ഭൗതിക ജീവങ്ങളിലൂടെ ഉദിച്ച് ജീവിക്കണം, ആഡംബരപൂർണമായി ജീവിക്കണം എന്ന് വിചാരിച്ച് ജീവിച്ചപ്പോൾ പറ്റിയ ഒരു വലിയ അബദ്ധമാണ്. അതിൻ്റെ തെറ്റുകളൊക്കെ അദ്ദേഹം മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ ഭൂമിയിൽ നിന്ന് പോയത്. അപ്പോൾ നമ്മൾ യൂട്യൂബ് ചാനലുകാരോടൊന്ന് ശ്രദ്ധിക്കുന്ന വലുതാണ്. അല്ലാതെ ഒരു ജ്യോതിഷനുണ്ട്, കലിയുഗ ജ്യോതിഷൻ. എനിക്ക് അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹം ഈ വെറുതെ പ്രഖ്യാപനങ്ങൾ നടത്തുക, എന്തെങ്കിലുമൊക്കെ പറയുക. അദ്ദേഹത്തിന് മാന്യമായിട്ട് ജ്യോതിഷം അറിയാമെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. മാന്യമായിട്ട് അദ്ദേഹത്തിന് കബഡി നിരത്തി ജ്യോതിഷത്തെക്കുറിച്ചൊക്കെ പറയാൻ പറ്റും. അദ്ദേഹം വെറുതെ വ്യാഖ്യാനങ്ങളും പ്രിഡിക്ഷൻസും നടത്തുക, വെറുതെ നടത്തുക, എന്തെങ്കിലുമൊക്കെ പറയുക, പരിഹസിക്കും. ആൾക്കാർ അതിൻ്റെ താഴെ വന്ന് പറയുന്ന കേട്ടില്ലേ? നമുക്കിതൊക്കെ അബദ്ധങ്ങളും തെറ്റുകളുമൊക്കെ ആത്മീയതയിൽ നിൽക്കുന്നവർക്കുണ്ടാകും. ഈ ജ്യോതിഷ സംബന്ധമായ കാര്യത്തിൽ നമ്മുടെ ചിന്താധാര ഗണിക്കുന്ന സമയത്തെക്കുറിച്ചും അല്ലെങ്കിൽ വെക്കുന്ന രാശിയെക്കുറിച്ചും ഒക്കെ നമുക്ക് പറയാൻ പറ്റും, അബദ്ധങ്ങളൊക്കെ പറ്റും. അദ്ദേഹത്തിനോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പല പ്രവചനങ്ങളും വലിയ അബദ്ധമാണ്. നമ്മുടെ ജ്യോതിഷശാസ്ത്രത്തിനെ മോശപ്പെടുത്തിയ ആൾക്കാർ ഇല്ലാതാക്കി കളയും നമ്മൾ അത്രയും ഉള്ള കാര്യങ്ങൾ. ഇപ്പോൾ തന്നെ ഉദാഹരണത്തിന് ഞാൻ ഇന്നലെ നമ്മൾ തമ്മിൽ പ്രോഗ്രാമിന് വേണ്ടി ശ്രീകണ്ഠനായുടെ പ്രോഗ്രാമിനകത്ത് പോയി. അവിടെ നമ്മുടെ സുഹൃത്തൊരു ജ്യോതിഷൻ, അദ്ദേഹത്തിന് ഞാൻ അപ്പോൾ പരിചയപ്പെട്ടുള്ളൂ. അദ്ദേഹം അർജുനൻ്റെ ശരീരം തിരിച്ചു വരും എന്ന് പറഞ്ഞു എഴുതി. അതേസമയം എൻ്റെ അടുത്ത് ആൾക്കാർ ചോദിച്ചിരുന്നു, അർജുനൻ എവിടെ സ്വാമി? അപ്പോൾ ഞാൻ ജലം എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ജലം എന്ന് എഴുതിയാൽ കാരണം ജലത്തിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ, തിരിച്ചു വരുമെന്നൊരു ഉറപ്പുമില്ല. ജലം, അതാണ് ഞാൻ മറുപടി എഴുതിയത്, ജലം എന്നായിരുന്നു. ഇതിനകത്തൊക്കെ നമുക്ക് സംഭവിച്ചേക്കുന്നത് നമുക്ക് ആ നിമിഷത്തെ കാര്യങ്ങളാണ്. അദ്ദേഹം നല്ല ജ്യോതിഷൻ തന്നെയാണ്. അത് ഇന്നലെ ഏതൊക്കെ വീഡിയോക്കാരെടുത്ത് വീണ്ടും അത് മറ്റൊന്നാക്കി ഇദ്ദേഹത്തെ പരിഹസിച്ചു. ദൈവമില്ല. അതിനകത്തൊക്കെ നമ്മൾ ഒരുപാട് സ്വാമിമാരെല്ലാം മോശക്കാരാണ്, ഹൈന്ദവ സന്യാസിമാരെല്ലാം മോശക്കാരാണ്, ബാക്കി പ്രവാചകന്മാരും ബാക്കിയുള്ളവരും അച്ഛന്മാരും ഒക്കെ ഏറ്റവും മികച്ചതാണ് എന്നൊക്കെ നമ്മളെ ഉള്ള ഈ ഒരു പ്രത്യേക ധാരണയോടുകൂടി സംസാരിക്കുകയും ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആ പ്രോഗ്രാമിനകത്ത് ഞാൻ നിശബ്ദനായിട്ടിരിക്കാൻ ശ്രമിച്ചത്. തർക്കശാസ്ത്രം പറയുമ്പോൾ ഒരാളെ അടിച്ചാക്ഷേപിക്കുക, അല്ലെങ്കിൽ ഒരു ജ്യോതിഷത്തിൻ്റെ ശാസ്ത്രത്തിനെയൊക്കെ അടിച്ചാക്ഷേപിക്കുക, അപഖ്യാതികൾ പറയുക, ഇല്ലാത്ത പറയുമ്പോൾ സന്തോഷം കണ്ടെത്തുക. എനിക്കൊരു പരിചയമില്ല ഈ കണ്ട മോഹൻലാലിനെ കുറിച്ച് പറയാൻ. എനിക്കത് വേദനിച്ചു പറയുമ്പോൾ. അല്ല, മോഹൻലാൽ കുത്തുവാള എടുക്കുമെന്ന് കേട്ടല്ലോ നിങ്ങളുടെ മോഹൻലാൽ. ഞാൻ നിങ്ങളുടെ മോഹൻലാൽ എന്താ? ഞങ്ങളുടെ മോഹൻലാൽ തന്നെയാണ്. പക്ഷേ നിങ്ങൾക്ക് അത് വല്ല സന്തോഷമുണ്ടോ? അല്ല, താങ്കൾക്ക് സിനിമയായിട്ടൊക്കെ ബന്ധമുണ്ട്. ആ സിനിമയുണ്ട്. ഞാൻ അനന്തഭദ്രം സിനിമ എഴുതിയിട്ടുണ്ട്, സുരേഷ് ഗോപിയുടെ രുദ്രസിംഹാസനം സിനിമ എഴുതിയിട്ടുണ്ട്. സിനിമയായിട്ട് ബന്ധമുണ്ട്. ഇപ്പോഴും ബന്ധം ഉണ്ടായിട്ടുള്ള ആൾ തന്നെയാണ്. മാറി നിൽക്കുന്നതേ ഉള്ളൂ. അങ്ങനെയൊന്നും പറയരുത് മനുഷ്യരെക്കുറിച്ച്. ഇല്ലായ്മ പറയുക, അപഖ്യാതികൾ പറഞ്ഞ് വ്യൂവേഴ്സിനെ ഉണ്ടാക്കാനായിട്ട് എന്ത് തോന്നിവാസവും കോപ്രായവും പറയുക, വായിൽ വരുന്നതൊക്കെ വിളിച്ച് പറയുക. ഇതൊക്കെ ഒരു നല്ല രീതികളല്ല. ഇതിൻ്റെയൊക്കെ പരിണിത പോലെ ഞാൻ ഒരു യൂട്യൂബ് ചാനലുമായിട്ട് നല്ല ശക്തമായ കേസ് നടക്കുകയാണ്. ഞാൻ മരണം വരെ അവർക്കെതിരെ പോരാടും. വെറുതെ എന്തെങ്കിലുമൊക്കെ പറയുക. അപ്പോൾ പലരും പറഞ്ഞു സ്വാമിയെക്കുറിച്ച് 8-9 എപ്പിസോഡ് കിടപ്പുണ്ട്. കിടപ്പുണ്ട്, അവിടെ കിടന്നോട്ടെ, അതിനെന്തേ? മറ്റൊരാൾ ചൂണ്ടി ഇതാണ് സുനിൽ പരമേശ്വരൻ എന്ന് പറഞ്ഞാൽ അതാണോ നമ്മൾ ആരാണ്, എന്താണ്, എങ്ങനെയാണ് നമ്മളല്ലേ തീരുമാനിക്കുന്നത്? ജോലിയും കൂലിയും ഇല്ലാത്തവർ ഇതുപോലെ വ്യൂവർഷിപ്പ് ഉണ്ടാക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യും. അതിനെതിരെ കോടതിയുണ്ട്. ഇവിടെ കോടതിയിൽ പോകും പരമാവധി. അവിടെ നീതി കിട്ടണമെങ്കിൽ കിട്ടില്ലെങ്കിൽ ദൈവത്തിൻ്റെ കോടതിയിൽ നിന്ന് കിട്ടിക്കോളും.
ഇന്ന് ഉച്ചയ്ക്ക് വല്ല കാര്യമുണ്ട്, മോഹൻലാൽ കുത്തുപാളെടുത്തു. മോഹൻലാലിൻ്റെ പൈസ മുഴുവൻ റോയിയുടെ കയ്യിലായിരുന്നു. ഇനിയിപ്പോൾ ആൻ്റണി പെരുമ്പാവൂരും കുടുങ്ങും. അതെങ്ങനെ കുടുങ്ങും? അല്ല, ED അവിടെ എത്തും. എന്തൊരു മനുഷ്യരാണ് നമ്മൾ! ഒന്ന് ആലോചിച്ചു നോക്കും. ഒരാളുടെ തകർച്ച, അയാൾ എന്തോ ആയിക്കോട്ടെ, അയാൾ ബിസിനസ് ചെയ്തു, അയാൾ തെറ്റായ അയാളുടെ ചിന്താധാരയിലൂടെ നീങ്ങി, അയാൾക്ക് ഭൗതികമായിട്ടുള്ള ഒരുപാട് ഭ്രമങ്ങളിൽപ്പെട്ട് അയാൾക്ക് കുറേ പണമൊക്കെ വന്ന് ഏത് തരത്തിൽ കൂടെ ആണെങ്കിലും കാലദോഷം, നല്ല സമയമുള്ള ഇതൊന്നും വരില്ല. ശുക്രദേശമായിരിക്കും, ഒന്നും വരില്ല. കാലം പിടിക്കുന്ന സമയമുണ്ട്, ശനി പിടിക്കുന്ന, കേതു ഉണ്ടാകുന്ന ആ കേതുവൊക്കെ പിടിവിട്ട് കഴിഞ്ഞാൽ ഇതെല്ലാം തകർന്ന് തരിപ്പണമായി മരണതുല്യമായ അവസ്ഥ അനുഭവിച്ചേ പറ്റൂ. അതിന് പകരം ഇത്തരം ഈ പരദൂഷണവും നുണയും പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആത്മസംതൃപ്തി മനുഷ്യർക്ക്, അത് നല്ല. ഞാൻ ചോദിക്കുന്നത്, ഇവർക്കൊക്കെ ഭാര്യയും കുടുംബമൊക്കെ ഇല്ലേ? ഇവരുടെ മക്കളെക്കുറിച്ചോ ഇവരുടെ കുടുംബത്തെക്കുറിച്ചോ ഒക്കെ മറ്റുള്ളവർ പറയുമ്പോൾ ഇവർക്ക് എന്തെങ്കിലും തോന്നില്ലേ? ഇവർക്ക് സമാധാനവും ശാന്തിയും കിട്ടൂ? എന്തൊരാനന്ദമാണ് ഇവർക്കുണ്ടാകുന്നത്. ഒരാളങ്ങ് മരിച്ചുപോയി, സുഹൃത്തായിരുന്നു, അന്വേഷണം ഉണ്ടാവും. ആ സുഹൃത്താണെങ്കിൽ പണം ഇട്ടെങ്കിൽ, അതെ, മോഹൻലാൽ കള്ളപ്പണമല്ലല്ലോ ഉണ്ടാക്കിയത്, മോഹൻലാൽ അധ്വാനിച്ചുണ്ടാക്കിയ പണമാണ്. ആൻ്റണി പെരുമ്പാവൂരിൻ്റെ ആണെങ്കിലും അധ്വാനിച്ച് അവരൊക്കെ ബിസിനസ് ചെയ്യുന്ന പണമാണ്. ചിലപ്പോഴൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിമറിയും കൊടുപ്പും കൂടുതലും ഒക്കെ കാണും. അതൊന്നും ഈ കള്ളക്കച്ചവടം ചെയ്തോ തോക്ക് കച്ചവടം ചെയ്തോ ഭീകരവാദം വളർത്തി ഉണ്ടാക്കിയതല്ലല്ലോ. മോഹൻലാൽ സിനിമയിൽ ഉണ്ടാക്കിയ പണം തന്നെയാണ്. ആൻ്റണി പെരുമ്പാവൂരാണെങ്കിൽ അങ്ങനെ തന്നെ പണം ഉണ്ടാക്കിയവരാണ്. കള്ളപ്പണം എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിലില്ലാത്ത പണം ട്രാൻസാക്ഷനും കാണും. അത് വിചാരിച്ചാൽ അതേ നീചമായ പണമല്ല. ഇവിടെയുള്ള വിഷയം അദ്ദേഹത്തിന് ഞാൻ അറിയാൻ കഴിഞ്ഞത് അതല്ല. ഇവരാരിൽ നിന്നുള്ള പണം വാങ്ങിയതല്ല ഇവിടുത്തെ വിഷയം. കണക്കില്ലാത്ത പണത്തെ പിടിച്ചു കഴിഞ്ഞാൽ, കണക്കില്ലാത്ത പണം കിട്ടിയാൽ അതിന് നികുതി അടച്ചാൽ തീരും. ഇത് രാജ്യദ്രോഹ കുറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാവുന്ന വിധത്തിലുള്ള കാര്യങ്ങളുണ്ടെന്നാണ് ഇവിടുത്തെ യൂട്യൂബുമാർ പറയുന്നത്. യൂട്യൂബിലെ വലിയ മനുഷ്യരൊക്കെ പറയുന്നത്. നല്ല യൂട്യൂബുകാരിൽ വളരെ സത്യസന്ധമായ വാർത്ത വായിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ ഇതൊന്നും അല്ലാതെ തന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമുക്ക് ചില യൂട്യൂബ് കാണുമ്പോഴത്തേക്ക് നമുക്ക് കഷ്ടം തോന്നും. എന്തൊക്കെയാണ് ഈ വിളിച്ച് പറയുന്നത്? നമ്മൾ കുറച്ചുകൂടെയൊക്കെ മാന്യത പാലിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കുറച്ചുകൂടെയൊക്കെ നമ്മൾ തന്നെ സ്വയം ഒരു നിലവാരം കണ്ടെത്തണം. അല്ലാതെ എന്തും വാർത്തയ്ക്ക് വേണ്ടിയിട്ട് എന്ത് പറയാം എന്നുള്ളതിനെക്കുറിച്ച്. ഈ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞ്, BJPക്ക് എത്ര സീറ്റ് കിട്ടും സ്വാമി? ഞാൻ പറഞ്ഞു, അറിയില്ല. എന്നാൽ ഞാനൊന്ന് പറയട്ടെ, സ്വാമി പ്രഡിക്ഷനൊക്കെ പറയുന്ന ആളല്ലേ, എന്നാൽ ഞാനൊരു പ്രഡിക്ഷൻ പറയട്ടെ, ഒറ്റ സീറ്റും കിട്ടില്ല. പുള്ളിക്ക് ഒരു വാശി പോലെ. പഴയ BJPയിലൊക്കെ വർക്ക് ചെയ്തിരുന്ന ഒരാളാണ്. ഇപ്പോൾ എന്തോ പുള്ളിയുടെ ആർക്കാണ്ടൊക്കെ സീറ്റ് കൊടുക്കാത്തത് കൊണ്ട് ഈ നഗരസഭ ഇലക്ഷന് സീറ്റ് കൊടുക്കാത്തതുകൊണ്ട് അതിന് അങ്ങോട്ട് മാറി നിൽക്കുകയാണ്. രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ളവരുടെ കാര്യം ഞാൻ ചോദിച്ചത്, രാജീവ് ചന്ദ്രശേഖർ ഒരു കോക്കസിൻ്റെ പിടിയിലാണ്. അദ്ദേഹത്തിന് ജനങ്ങളുമായിട്ട് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാൻ പറ്റില്ല. സാധാരണ ജനങ്ങളുമായിട്ട് ബന്ധമില്ല. സാധാരണ ജനങ്ങൾ അദ്ദേഹത്തെ വേറൊരു തലത്തിലാണ് കാണുന്നത്. അതുകൊണ്ട് ജനങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് കടന്നു ചെന്ന് അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റിന് മുമ്പിൽ സംസാരിക്കാൻ പറ്റില്ല. ഞാനിങ്ങനെ കുറേ നേരം കേട്ടുകൊണ്ട് വന്ന്, എന്തൊരു മനുഷ്യരാണ്. രാജീവ് ചന്ദ്രശേഖർക്ക് മലയാളം അറിഞ്ഞുകൂടാന്ന് പറഞ്ഞാൽ അദ്ദേഹം നല്ലവണ്ണം മലയാളം സംസാരിക്കും. ഞാനിവിടെ പരിചയമുള്ള ആളാണ്. അദ്ദേഹം നേമത്ത് മത്സരിച്ചാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകും. അദ്ദേഹത്തിന് ജനങ്ങളുമായിട്ട് ബന്ധമില്ല. ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചുറ്റും നിൽക്കുന്ന ഒരു കോക്കസ് സമ്മതിക്കില്ല. അതുമാത്രമല്ല, മുരളീധരനും പിന്നെ സുരേന്ദ്രനൊക്കെ എതിരാണ്. എനിക്ക് സുരേന്ദ്രനെ നല്ല പോലെ അറിയാം. അദ്ദേഹം എനിക്ക് ഞാനുമായിട്ട് വ്യക്തിപരമായ ബന്ധമുള്ള ആളാണ്. ഇവരാരും ഈ പറയുന്ന രാഷ്ട്രീയത്തിൽ കളിക്കുന്നവരല്ല. എന്തെങ്കിലുമൊക്കെ പറഞ്ഞുണ്ടാക്കി അത് പരദൂഷണം. ഞാൻ ഈ എപ്പിസോഡ് ഉദ്ദേശിക്കുന്ന മനുഷ്യൻ, രണ്ട് കാലില്ലാത്തവൻ, രണ്ട് കാലിൽ മന്തുള്ളവനെയാണ് ഞാനൊരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു കാലിൽ മന്തുള്ളവനെ നോക്കിയിട്ടോ ഒരു മന്ദൻ പോന്നു എന്ന് പറയുന്നത്. വേറെ എന്തെല്ലാം വിഷയങ്ങളുണ്ട് ഇവിടെ. രാഷ്ട്രീയമാണെങ്കിലും സിനിമയാണെങ്കിലും സാമൂഹിക പ്രശ്നങ്ങളാണെങ്കിലും സാംസ്കാരിക പ്രശ്നങ്ങളാണെങ്കിലും ഒക്കെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. അതൊന്നുമില്ലാതെ തന്നെ, അതിലൊന്നും ഇടപെടാതെ തന്നെ ഒരുത്തനെ അങ്ങ് ഇല്ലാതാക്കി കളയുക. ഒരു വിധവയായ സ്ത്രീ നമ്മളവിടെ താമസിച്ചിരുന്നു. വിധവയാണ് അവർ ഒരാളോടും സംസാരിക്കില്ല. സംസാരിച്ചു പോയാൽ അവിടെ പറമ്പിൽ 3 തെങ്ങ് നിൽപ്പുണ്ട്. തേങ്ങ വെട്ടുന്നവർ വന്നാൽ പോലും അവർ കതവിൻ്റെ പറയിലേ നിൽക്കുകയുള്ളൂ. അതെന്താ ചേച്ചി അങ്ങനെ? അയ്യോ, നമ്മുടെ വീട്ടിൻ്റെ ഇപ്പുറത്തൊരു ആളുണ്ട്, സുനി, എന്നെ സുനീതാ വിളിക്കുന്നത്, എന്തും പറഞ്ഞുണ്ടാക്കി കളയും. ഒരു തേങ്ങ വെട്ടുകാരൻ പോലും വന്നാൽ അപഖ്യാതി പറയുന്ന തരത്തിലുള്ള മനസ്സിടിഞ്ഞു പോയ മനുഷ്യരുടെ ഇടയിലാണ് നമ്മൾ താമസിക്കുന്നത്. അവരുടെ ഭർത്താവ് മരിച്ചുപോയി, അത്രയേ ഉള്ളൂ. കുട്ടികളില്ലാന്ന് തോന്നുന്നു, ഇതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ മനുഷ്യൻ്റെ മനസ്സെങ്ങനെ ചുരുങ്ങി ഏറ്റവും താഴെയാണ്.
മറ്റവൻ ആശുപത്രിയിലാണ് കേട്ടോ. ഇന്നലെ വരെ അവൻ മസിലൊക്കെ പെരുകി ഇങ്ങനെ നടക്കുമായിരുന്നു, ഇന്നവൻ ആശുപത്രിയിലായി. അതിനൊരു ആഹ്ലാദമുണ്ട് പറയുന്നതിനകത്ത്. മറ്റവനിപ്പോൾ നല്ല എഴുത്തുകാരായിരുന്നു, ഇപ്പോൾ എഴുതാനൊന്നും വയ്യ, ഇപ്പോൾ കണ്ണും കാലും ഒന്നും വയ്യാതെ എഴുത്തൊന്നുമില്ല, പഴയ പുസ്തകങ്ങളൊക്കെ വിറ്റ് ജീവിക്കുകയാണ്. ഒരാളുടെ പതനം കണ്ടാൽ ആ പതനത്തിന് സന്തോഷം കണ്ടെത്തുന്ന മനുഷ്യരെ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. നമ്മൾ ചിന്തിക്കുന്നത് ശരിയാണ്. മറ്റേ അവളെ കൊച്ചിനെ അങ്ങോട്ട് പഠിപ്പിക്കാൻ, ഡോക്ടറാക്കാൻ പഠിപ്പിക്കുകയായിരുന്നു. ഇപ്പോൾ റഷ്യയിലും ചൈനയിലൊക്കെ വിട്ട്, ഞാൻ കേൾക്കുന്നതാണിത്, റഷ്യയിലും ചൈനയിലൊക്കെ വിട്ട് ഡോക്ടറാക്കാൻ പഠിപ്പിച്ച് കുറേ പൈസ വസ്തുവൊക്കെ വിറ്റ് അവിടെ കൊടുത്ത് അവിടെ നിന്ന് വന്ന് തിരിച്ച്. പക്ഷേ ഇപ്പോൾ ഇവിടെ പരീക്ഷ എഴുതണം, അവൾ 4-5 പ്രാവശ്യം എഴുതി, ജയിക്കൂല സ്വാമി. എങ്ങനെ ജയിക്കും? ഞാൻ ചോദിച്ചേ, അവൾ ആ തള്ളയുടെ ഒരു അഹങ്കാരം അത്രയായിരുന്നു. ഞാൻ ചോദിച്ചത് നിങ്ങളടുത്ത് അവർ വല്ലതും ചെയ്താൽ അല്ലെന്നേ. അവളെ മോളെ ഇങ്ങനെ ഡോക്ടറാക്കിയിട്ട് അവിടെ അങ്ങ് പഠിക്കാൻ വിട്ടപ്പോൾ തന്നെ മോള് ഡോക്ടറാക്കിയെന്ന് ഇവരങ്ങ് സമ്മതിച്ചേക്കായിരുന്നു. നാട്ടുകാരിൽ നിന്ന് കടവും ഇടവും ഒക്കെ മേടിച്ച് എങ്ങനെയൊക്കെ പഠിപ്പിച്ച് ഇപ്പോൾ താണ്ട കണ്ടില്ലേ എത്ര പരീക്ഷ എഴുതി, ജയിക്കൂല സ്വാമി. ഞാൻ നിങ്ങളുടെ മക്കൾ എന്ത് ചെയ്യണം? എൻ്റെ മക്കളൊന്നും കാര്യമൊന്നും പറയണേ സാറേ, ഞാൻ എല്ലാം പകടി പഠിത്തമൊക്കെ മതിയാക്കി ഇങ്ങനെയൊക്കെ കള്ളുമൊക്കെ കുടിച്ച് നടക്കണം. പിന്നെ എന്നാലും എനിക്ക് ദുഃഖമൊന്നുമില്ല, ഞാൻ അവരെ ലക്ഷങ്ങൾ കൊടുത്ത് പഠിപ്പിച്ചില്ലല്ലോ. സ്വന്തം മക്കൾ ഇത്തിരി കഞ്ചാവൊക്കെ വലിച്ച് വണ്ടിയൊക്കെ എടുത്ത് മുടിയൊക്കെ ഇങ്ങനെ പൊക്കി നീട്ടി വളർത്തി ഒക്കെ കട്ട് ചെയ്ത് അങ്ങനെ നടക്കണ കുഴപ്പമില്ല. അപ്പുറത്തെ വീട്ടിൽ അവർ കൊച്ചിനെ ഒന്ന് പഠിപ്പിച്ച് വസ്തുവൊക്കെ വിറ്റ് അവർ കൊണ്ടുവന്ന് ഇവരെ പഠിപ്പിച്ചൊന്ന് വിദേശത്ത് വിട്ട് ഡോക്ടറാക്കുക. ഇവിടെ ആയപ്പോൾ കിട്ടിയില്ല. ആ കുട്ടി പരീക്ഷ എഴുതാൻ പറ്റാതെ ഡിപ്രഷൻ്റെ അവസ്ഥയിലാണ്. അതിൽ ആനന്ദം കണ്ടെത്തുന്നവർ, മറ്റുള്ളവൻ്റെ പരാജയത്തിൽ സന്തോഷം കണ്ടെത്തുന്നവർ, സ്വന്തം പരാജയത്തിൻ്റെ പടുകുഴി കിടക്കുമ്പോഴും അതിൽ നിന്ന് വലിഞ്ഞു കയറി നിന്ന് മറ്റവനും കൂടെ നശിച്ചുവല്ലോ, താൻ നശിച്ചത് പോട്ട് മറ്റവനും കൂടെ നശിക്കുന്നുള്ളൂ, അതൊരു ആനന്ദകരമായ അവസ്ഥ തന്നെയാണ്. താൻ മാത്രമല്ലോ നശിക്കുന്നത്, അവനും കൂടെ നശിക്കുമല്ലോ. എന്നാലും താൻ മുങ്ങിച്ചാവാൻ പോണു, ഇനി അവനെ കൂടെ പിടിച്ചങ്ങ് താഴ്ത്തിക്കഴിഞ്ഞാൽ അവനും കൂടെ ചാകട്ടെ എന്നുള്ള മനുഷ്യൻ്റെ മാനസികാവസ്ഥ. ഈ അസൂയക്കും കുശുമ്പിനും മരുന്നില്ല എന്നുള്ള വളരെ സത്യസന്ധമായ ഒരു കാര്യമാണ്. ഒരു സ്കൂളിലെ അധ്യാപകർ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഗുരുക്കന്മാർ കുട്ടികളെ പഠിപ്പിക്കുന്നത് നന്മ പഠിപ്പിക്കേണ്ടവർ അല്ലേ, സത്യവും സത്യസന്ധതയും പഠിപ്പിക്കേണ്ടവർ, ധർമ്മം പഠിക്കേണ്ടവർ, വിദ്യ പകർന്നു കൊടുക്കുന്നവർ. അധ്യാപകരുടെ ഇടയിൽ നടക്കണ ഒരു സാരി അവൾ എടുത്തുകൊണ്ട് വന്നാൽ ഇത് അവളുടെ സാരിയല്ല, ഇത് അപ്പുറത്തെ വീട്ടിൽ അവളുടെ സാരിയാണ്. ഞാൻ കേൾക്കുന്നതാണ്. ഒരു ടീച്ചർ എന്നോട് പറഞ്ഞതാണ്, സ്വാമി എങ്ങനെയെങ്കിലും അവൾ ഇരിക്കണ കസേരയിലെങ്കിലും വെക്കുക, എന്തെങ്കിലും തരണം. ഞാൻ ചെന്നിട്ട് വെടിമരുന്ന് വല്ലതും വെക്കണോ? അങ്ങനെയല്ല സ്വാമി, അവളൊരു വെടിമരുന്നാണ്, പക്ഷേ അവളുടെ ഒരു അഹങ്കാരം സഹിക്കാൻ പറ്റില്ല. അവൾ വിചാരിക്കണം അവളില്ലെങ്കിൽ സ്കൂള് പിന്നെ ഉണരൂല എന്നാണ് വിചാരിക്കണത്. അവൾക്ക് എന്തെങ്കിലും പറ്റൂ, അവളുടെ നക്ഷത്രത ഇന്നതാണെന്ന്. എന്തൊക്കെ കേട്ടാൽ എൻ്റെ ജീവിതം അവസാനിക്കുമെന്ന് ഞാൻ ഇങ്ങനെ വിചാരിക്കും. ഒരു കാര്യം ഇത് ഞാൻ ചോദിക്കുന്നത്, സ്ത്രീകളുടെ ഇടയിൽ ഒരു കാര്യമുണ്ട്, പുരുഷന്മാരുടെ ഇടയിൽ അത് എത്ര ശതമാനം ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ സ്ത്രീകളുടെ ഇടയിൽ ഇത് വളരെ കൂടുതലാണ്. ഒരു കാര്യവും വേണ്ട, ഒരു പരസ്പരം ഒരു നല്ല പിന്നെ നൃത്ത സ്കൂൾ നടത്തുന്നതെന്ന് വിചാരിക്കുക. കഷ്ടപ്പെട്ടായിരിക്കും ആ നൃത്ത അധ്യാപിക ആ സ്കൂൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 5 പേരെ കാണുള്ളൂ, 25 പേരാക്കി മാറ്റും അഭിപ്രായം. സ്വസ്ഥമായിട്ട് നമ്മൾ കളിക്കുമ്പോൾ ഡാൻസ് കലാപരമായ കഴിവുകൾ പരിപോഷിപ്പിക്കുന്ന സ്ഥലത്ത് ദൈവിക സാന്നിധ്യം അനുഗ്രഹമുള്ള സ്ഥലമാണോ? അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് മനസ്സിൽ നന്മയോടുകൂടി തന്നെയാണോ ഈ കലാരൂപങ്ങളെയൊക്കെ നമ്മൾ അവതരിപ്പിക്കേണ്ടത്? അവിടെയും ഉണ്ട് പ്രശ്നം. ഇത് ഒരിടത്തുനിന്നല്ല, ഇത് ഒരുപാട് സ്ഥലങ്ങളിലാണ്. ഉടൻ അവരെ പിരിച്ചുകൊണ്ട് അടുത്ത് കൊണ്ടുപോയി പഠിപ്പിക്കുന്ന ഗുരുനാഥയോട് പോലും പിന്നെ ഒരു ഗുരുദക്ഷിണയായി കൊടുക്കേണ്ടത് പണമല്ല, ആ നന്മ കൊടുക്കണമല്ലോ, അതുപോലും ഇല്ലാത്ത ആൾക്കാർ. എനിക്ക് ഈ ലോകത്തിൻ്റെ ഒരു പോക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണോ, അല്ലെങ്കിൽ ഞാൻ ഈ ലോകത്ത് ജീവിക്കാൻ അർഹതയില്ലാത്ത ആളാണോ എന്നൊക്കെ ഞാൻ ഇങ്ങനെ സ്വയം ചിന്തിച്ചു പോവുകയാണ്. മനുഷ്യന് സ്പർദ്ധയുണ്ടാകുക ഒരു കാര്യമില്ലാതെ. നമ്മൾ അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കേണ്ടത് എന്താണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ എന്താണ് അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുത്തിട്ട് പോകേണ്ടത്? നമ്മുടെ ഗുരുക്കന്മാർ നമുക്ക് പകർന്നു തന്നിരിക്കുന്നത് എന്തൊക്കെയാണ്? നമുക്ക് ചുറ്റുമുള്ളവർക്കുള്ള നന്മയുടെ അംശം നമ്മളിലേക്ക് എടുത്തുകൊണ്ട് ആ നന്മയുടെ പ്രകാശത്തിലൂടെ വളരെ ദൂരം സഞ്ചരിച്ച് മുമ്പിലോട്ട് പോയിട്ട് അതിൻ്റെ ഒരു അംശം അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കുമ്പോഴല്ലേ നമ്മൾ ജീവിച്ചിരിക്കുന്നതിൻ്റെ അർത്ഥമുണ്ടാകുന്നത്, അല്ലേ? അവരെടുത്തേക്കുന്ന സാരിയുടെ നിറം മോശം, മറ്റവൻ തല ഡൈ ചെയ്തേക്കുന്നത് പ്രശ്നം, ഡൈ ശരിയായില്ല, നര കുറേ വെളിയിൽ കാണാം. മറ്റുള്ളവൻ്റെ കുറ്റങ്ങളും കുറവുകളും പരദൂഷണങ്ങളുമൊക്കെ നമ്മളെ സ്വയം ജീർണിപ്പിക്കും, നമ്മുടെ മനസ്സിൻ്റെ ശാന്തി നശിപ്പിക്കും.
അതങ്ങനെയാണ്, നമ്മളത് തിരിച്ചറിയണം. ഇവിടെ എന്ത് കാരണങ്ങൾ കൊണ്ടോ അതൊന്നും ആരും തിരിച്ചറിയുന്നില്ല. നമ്മുടെ ഉള്ളിലേക്ക് നോക്കൂ. ആ ഉള്ളിലേക്ക് നോക്കാത്തതിന് പകരം നമ്മളെപ്പോഴും സദാ മറ്റുള്ളവരിലേക്ക് ഇങ്ങനെ ചുറ്റിക്കൊണ്ടേയിരിക്കും. ഇതെല്ലാം കഴിഞ്ഞ് അമ്പലത്തിൽ പോയി നല്ലവണ്ണം പ്രാർത്ഥിച്ച് അമ്പലത്തിൽ ഇങ്ങനെ ദൈവത്തെ തൊഴുതുകൊണ്ടിരിക്കുമ്പോഴും നല്ല മുല്ലപ്പൂവിൻ്റെ പണം വന്ന് അങ്ങോട്ട് നോക്കിയിട്ട് ഇവിടുത്തേക്കുന്ന ശരീരം നോക്കി ഭഗവാൻ അവിടെ ഇരിപ്പുണ്ട്. ക്ഷേത്രങ്ങളിൽ പോകുന്നതും ദൈവത്തെ വിളിച്ച് രക്ഷിക്കണമെന്ന് പറയുന്നതൊന്നും അല്ല ഇവിടുത്തെ കർമ്മമാണ്. ധർമ്മം, ശക്തി, നീതി, ഇതെല്ലാം സ്നേഹം, കടപ്പാട്, ഇതൊക്കെ ഉണ്ട്. ഇതൊന്നുമില്ല ദൈവത്തിൻ്റെ മുമ്പിൽ പോയി കുമ്പിട്ടിട്ട് കാര്യമില്ല. മനസ്സിൽ നന്മയില്ലാതെ ജീവിച്ചിട്ട് കാര്യമില്ല. നന്മയില്ലാത്ത മനസ്സ് നമ്മളെ നശിപ്പിക്കും. ജീവിതത്തിൻ്റെ അവസാന കാലം വളരെ ബുദ്ധിമുട്ടുണ്ടാകും. കുശുമ്പും അസൂയയും ഇല്ലാത്ത, മറ്റുള്ളവൻ്റെ വളർച്ചയിൽ അവൻ നന്നായല്ലോ, വളരെ സന്തോഷം, നമുക്കത് കഴിഞ്ഞില്ലെങ്കിലും വരും ജന്മത്തിലെങ്കിലും നമുക്കത് കഴിയുമല്ലോ എന്നൊക്കെ ചിന്തിക്കുമ്പോഴല്ലേ നമുക്ക് ഈശ്വരൻ്റെ സാന്നിധ്യം ഉണ്ടാകുന്നത്. ലളിത സഹസ്രനാമം വായിച്ചതുകൊണ്ടോ വിഷ്ണു സഹസ്രനാമം വായിച്ചതുകൊണ്ടോ രാവിലെ എഴുന്നേറ്റ് സൂര്യഭഗവാനെ കുറേ നേരം നോക്കി ഇന്ന് ഇങ്ങനെയൊക്കെ തൊട്ട് തൊഴിലാക്കാൻ കുറേ പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു നന്മയില്ലാത്ത ആൾക്കാർ, ഒരു നന്മയുടെ അംശം ഏഴ് ലോകത്തില്ലാത്ത, ഇതൊന്നും മറക്കാതെ സ്വന്തം കർമ്മത്തിൻ്റെ ശക്തി, സ്വന്തം ചെയ്യുന്ന കർമ്മം, ശുദ്ധിയില്ലാത്ത കർമ്മങ്ങൾ ചെയ്യുക, മറ്റുള്ളവരെ വേദനിപ്പിക്കുക, വേദനിപ്പിക്കപ്പെടുന്ന മനുഷ്യനോട് സന്തോഷകരമായ അത് ചിലർക്ക് ഒരു ലക്ഷണം വേണ്ട, ചുമ്മാ ചോദിക്കുന്നു. ഒരാൾ എനിക്ക് സ്ഥിരമായിട്ടറിയാം, ഒരുപാട് ക്ഷീണിച്ചിരിക്കണമല്ലോ, എന്തു പറ്റി, നല്ല ക്ഷീണമുണ്ട്, കഴിഞ്ഞ പ്രാവശ്യം കണ്ടപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു, ഇത് മുഖത്തിന് എന്ത് പറ്റി, താടിയൊക്കെ നരച്ചു പോയി അല്ലേ, വല്ല കാര്യമുണ്ടോ അങ്ങനെയൊക്കെ ചോദിക്കണ്ടേ? ഒരു കാര്യമില്ല. സ്നേഹം കൊണ്ടായിരിക്കും ഒരുപക്ഷെ ചോദിക്കണേ, പക്ഷെ അതിൻ്റെ ആവശ്യമില്ലോ. മനുഷ്യ ശരീരമാണോ, അത് ജീർണവസ്ത്രമാണോ, അത് ക്ഷീണിക്കും. മനസ്സിൽ ആഘാതമുണ്ടെങ്കിൽ ശരീരത്തിന് മാറ്റമുണ്ടാകും. മനസ്സിന് മാറ്റമുണ്ടാകണമെങ്കിൽ അത് മുഖത്ത് കാണാം. മുഖം മനസ്സിൻ്റെ കണ്ണാടിയാണ്. അപ്പോൾ എന്താണ്, നമുക്കൊരാൾ ഒരു കുഴപ്പമില്ല, സന്തോഷമായിട്ടിരിക്കണല്ലോ, പണ്ട് കണ്ടതിനേക്കാൾ നന്നായിട്ടിരിക്കുന്നു, സന്തോഷം, സുഖമായിട്ടിരിക്കണമല്ലോ അല്ലേ, വളരെ സന്തോഷം എന്ന് പറയുമ്പോൾ പോസിറ്റീവായ എനർജി പകർന്നു കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ കാര്യങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുക, പോസിറ്റീവായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുക. നെഗറ്റീവിനെ നമ്മൾ മാറ്റി നിർത്തുക. ഒരാളുടെ നെഗറ്റീവ് നമ്മൾ കേൾക്കാതിരിക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് മുമ്പിലോട്ട് പോയാൽ ദൈവത്തിൻ്റെ കടാക്ഷം കിട്ടും. നല്ല എനർജി നമുക്കുണ്ടാകും. മറ്റുള്ള എന്ത് നമ്മളെക്കുറിച്ച് പറഞ്ഞോട്ടെ, അത് നമ്മളെക്കുറിച്ചല്ല, അത് അവരെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. മറ്റുള്ളവർ എന്ത് നമ്മളെക്കുറിച്ച് പറയുന്നു എന്നുള്ളതല്ല, നമ്മളെന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ സത്യം. നമ്മൾ ആ സത്യസന്ധമായ മാർഗത്തിലൂടെ മുമ്പിലോട്ട് പോവുക. സത്യവും ധർമ്മവും നീതിയും, ഞാൻ പറഞ്ഞതുപോലെ അവിടെയാണ് ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ളത്. അല്ലാതെ 100 ഭസ്മം ഇടുന്നിടത്തോ, അമ്പലത്തിൽ സാഷ്ടാംഗം പ്രണാമം ചെയ്ത് കിടക്കുന്നിടത്തോ, അല്ലെങ്കിൽ കുറേ ജപിക്കുന്നത് കൊണ്ടോ, കുറേ ഉപാസന ഉണ്ടാക്കിയത് കൊണ്ടൊന്നും ഒരു കാര്യമില്ല. ഈശ്വരൻ്റെ കണക്ക് പുസ്തകത്തിലെ പേജുകളിൽ ഒരു വരി ഇങ്ങനെ എഴുതി വയ്ക്കും, അവൻ്റെ കർമ്മത്തിൻ്റെ ശുദ്ധി. ആ കർമ്മശുദ്ധി ശുദ്ധമായി തന്നെ ആയിരിക്കണം. അങ്ങനെ ശുദ്ധമില്ലാത്ത കർമ്മത്തിലൂടെ പോയാൽ ജീവിതത്തിൻ്റെ അവസാനകാലം മരണം എന്ന് പറയുന്ന ശാശ്വതമായ സത്യത്തിൽ നിന്ന് മോക്ഷം തേടാൻ കഴിയാതെ ദുരിതപ്പെട്ട് ചക്രശ്വാസം വലിച്ചു കിടക്കും. അങ്ങനെയുള്ളൊരവസ്ഥ ഉണ്ടാകാതിരിക്കട്ടെ. നന്മയിലൂടെ സഞ്ചരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.